നമസ്കാരം. ഇറാനുമായുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധരംഗത്തെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെക്കുറിച്ച് തെറ്റായുള്ള വിവരങ്ങൾ നൽകുവാനും ടെഹ്റാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു എന്നാണ് ട്രംപിന്റെ പുതിയ ആരോപണം. മിഡിൽ ഈസ്റ്റിൽ ഡ്രോൺ ആക്രമണങ്ങളും കടലിൽ സംഘർഷങ്ങളും സൈബർ വിവര യുദ്ധങ്ങളും രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പരാമർശം കൂടി എത്തിയത്. എയർഫോഴ്സ് 1 വിമാനത്തിൽ വെച്ച് മാധ്യമങ്ങളോടൊപ്പം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു ട്രംപ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇറാൻ സൈനിക വിജയങ്ങൾ നേടി എന്ന് കാണിക്കുന്ന വ്യാജ ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിക്കാൻ AI ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ കണ്ടെത്തലും. ചാവേർ ബോട്ടുകൾ, USS എബ്രഹാം ലിങ്കൻ കപ്പലിനു നേരെയുണ്ടായ ആക്രമണം, ഇറാനിലെ സർക്കാർ അനുകൂല റാലികൾ എന്നിവയുടെ ദൃശ്യങ്ങളെല്ലാം ഇത്തരത്തിൽ നിർമ്മിച്ചതാണ് എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. സംഘർഷത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുകയാണ് ഇത്തരം വ്യാജ ഉള്ളടക്കങ്ങളുടെ ലക്ഷ്യമെന്നാണ് ട്രംപ് പറയുന്നത്. തന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ട്രംപ് ഇപ്രകാരം കുറിച്ചത്. മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ ഇറാൻ പണ്ടേ പേരുകേട്ടവരാണ്. ഇറാനോട് അനുഭവമുള്ള ചില മാധ്യമങ്ങൾ ഈ വാർത്തകൾ ശരിയായി പരിശോധിക്കാതെ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് ട്രംപിന്റെ ആരോപണം. എന്നാൽ AI ഉപയോഗിച്ച് നിർമ്മിച്ച ഉള്ളടക്കങ്ങൾ പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കുന്നു എന്ന തന്റെ വാദത്തിന് ട്രംപിന് വ്യക്തമായ തെളിവുകളൊന്നും സ്ഥാപിക്കാനായിട്ടില്ല. എന്തായാലും ഈ ആരോപണങ്ങൾ മേഖലയിലെ സൈനിക നീക്കങ്ങൾക്കൊപ്പം നടക്കുന്ന ഒരു വലിയ വിവര യുദ്ധത്തിന്റെ ഭാഗമാണ്. ആക്രമണങ്ങൾ, നാശനഷ്ടങ്ങൾ, തന്ത്രപരമായ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ അതിവേഗം പ്രചരിപ്പിക്കുന്ന പ്രധാന വേദികളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാറിയിട്ടുണ്ട്. ഇക്കാര്യം വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത വീഡിയോകളും കൃത്രിമ ദൃശ്യങ്ങളും വ്യാപകമായതോടെ സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകാൻ പ്രയാസമാണ്. അതേസമയം ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്കിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന അഭ്യൂഹങ്ങൾക്ക് ട്രംപ് തള്ളിക്കളയുകയാണ്. വാഷിംഗ്ടണും ടെൽ അവീവും തമ്മിലുള്ള സഹകരണം ശക്തമായി തുടരുകയാണ് എന്നാണ് ട്രംപ് വീണ്ടും വ്യക്തമാക്കുന്നത്. മേഖലയിലെ സംഘർഷം രൂക്ഷമാകാതെ നോക്കുന്നതിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഈ യുദ്ധം ഇതിനകം തന്നെ ആഗോള എണ്ണ വിതരണത്തിന്റെ തടസ്സങ്ങളും മാനുഷിക ആശങ്കകൾ ഉൾപ്പെടെ ഒരു വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ചില വ്യവസ്ഥകളോടും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും അതിന് ഇതുവരെയും സൈനിക സമ്മർദ്ദം തുടരുമെന്ന കർശന നിലപാടിലാണ് ട്രംപ്. അതായത് ട്രംപ് ഒരിക്കലും സൈനിക ശക്തി അവിടെ നിന്നും പിൻവലിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകളൊന്നും മുന്നോട്ട് പോകാത്തത്. എന്തായാലും സംഘർഷം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വ്യാജ വാർത്തകളും തന്ത്രപരമായ സഖ്യങ്ങളും യുദ്ധരംഗത്തെ യാഥാർത്ഥ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും അന്താരാഷ്ട്ര നയങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ആധുനിക യുദ്ധത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ആശങ്കകളാണ് ട്രംപിന്റെ മുന്നറിയിപ്പുകൾ അടിവരയിടുന്നത്.